ഹായ്. സോ ഞങ്ങൾ അവിടെ നിന്ന് കദംബേന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പം ഞാൻ റിവീൽ ചെയ്യാണ് ഞങ്ങൾ എവിടെ പോവാന്ന്. ദൊഡ്ബലാപൂരിലുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഡോം റിട്രീറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് വരാനുള്ള മെയിൻ റീസൺ എൻ്റെ കൂട്ടുകാരി ശ്രുതി പിന്നെ അവളുടെ ഹസ്ബൻഡ് സന്ദീപാണ്. സോ അവരൊരു പ്ലാൻ ഇട്ടതാണ് ഇങ്ങനെ പോവാമെന്ന് പറഞ്ഞിട്ട്. സോ ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റ് വരെ വലിയ ഉറപ്പില്ലായിരുന്നു പോവോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ അത് എക്സിക്യൂട്ടായി. അങ്ങനെ ഞങ്ങൾ പോവാണ്. അവർ ഓൾറെഡി അവിടെ റീച്ചായി കേട്ടോ. അപ്പം ഇവിടെ കുറേ റിസോർട്ടുകളുണ്ട്. അപ്പം ഞങ്ങൾ ഗൂഗിളൊക്കെ ഇട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ മഹേശ്വരൻ പറഞ്ഞതാ ഇവിടെ കണ്ടില്ല നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുമ്പോഴാണ് പിന്നീടാണ് മനസ്സിലായത് ശരിക്കും ഞങ്ങൾ അങ്ങോട്ടാണ് പോകേണ്ടത്. സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. ഗൂഗിൾ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ പോകും. അവസാനം ആ സ്ഥലത്തെത്തിയിട്ട് നമ്മളെ കിടന്ന് വട്ടം ചുറ്റിപ്പിക്കും. അപ്പം ഞങ്ങൾ കുറേ ദൂരം പോയി കഴിഞ്ഞിട്ട് പിന്നെ റിയലൈസ് ചെയ്യണം വീണ്ടും ചുറ്റി പോകണം. അപ്പം ഞങ്ങൾ ഓൾറെഡി സൂപ്പറാന്ന് പറഞ്ഞ ആ സ്ഥലമായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് മനസ്സിലായി അബദ്ധം പറ്റിയെന്ന് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഉടനെ ശ്രുതിനെ വിളിച്ചു. പിന്നെ അവർ ഡയറക്ഷൻ പറഞ്ഞു ഇല്ല തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുകയാണ്. സോ ഇതാണ് ഇതിൻ്റെ എൻട്രി. അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. ഫുൾ ഗ്രീനറിയാണ്. ഇവിടെ വലിയ നോയ്സ് പൊല്യൂഷൻ ഇല്ല, എയർ പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. നേച്ചറിനെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സോ ഓൾറെഡി ശ്രുതി ആൻഡ് ഹസ്ബൻഡ് ഇവർ ഓൾറെഡി റീച്ചായി. പിന്നെ ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ടാണ് ലേറ്റായത്. സോ ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി കുറേ ഫാമിലീസ് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ചെക്ക് ഇൻ വന്നിട്ട് 1 o'clock ബിക്കോസ് പിന്നെ ചെക്ക് ഔട്ട് ഇസ് 11 o'clock. അപ്പം അവർക്കത് ക്ലീൻ ചെയ്യാനുള്ളൊരു ടൈം ഗ്യാപ്പ് വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോവാണ്. അപ്പോൾ യു ക്യാൻ സി അതൊരു വലിയ എന്താ പറയുക ഗ്രൗണ്ട് പോലെയാണ്. ആൻഡ് ദി അതർ സൈഡ് ഓൾസോ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഗ്രീനറി ഗാർഡനായിട്ടൊക്കെ. അവിടെ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഇതൊക്കെയുണ്ട്. പിന്നെ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി അവർ നെറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ സി ഫുൾ നല്ല സ്ഥലം അല്ലേ. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്ലീസിങ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ എല്ലാവരും കുഞ്ഞൻ ഉറങ്ങുമായിരുന്നു. അവന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ സ്ഥലം എത്തി. കുട്ടികളൊക്കെ ഇതാക്കി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ശ്രുതിയോടൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി. ലഗേജ് എടുത്തില്ല. ആ ഒരു ജോഷിലിങ്ങനെ നടന്നു വന്നു. അങ്ങനെ അച്ചുവും മഹേഷേട്ടനും ലഗേജൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആൻഡ് ബൈ ദി ടൈം ശ്രുതിയുടെ ഹസ്ബൻഡ് വന്നു. ഞങ്ങളെ കാണിച്ചു ഏതാണ് നമ്മുടെ പ്ലേസ് എന്ന്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് കാണുന്നിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നെ കാണാം പേര് പോലെ തന്നെ ഡോം എന്നാണ്. സി ദെർ ആർ ഡിഫറെൻറ്റ് ഡോംസ്. അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പെട്ടിയൊക്കെ എടുത്ത് വരികയാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരു സ്യൂട്ട് കേസിലാക്കി. സോ ദാറ്റ് കുറേ ബാഗുകളൊന്നും എടുത്തില്ല. എല്ലാവരുടെയും ഒരു ഇതിനകത്ത് പാക്ക് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് കാണാം ഓരോ ഡോം അത് ഓരോ വീട് പോലെയാണ്. അപ്പം അവിടെ തന്നെ നമുക്ക് കാണാം ഓഫീസ്, റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കുറേ ഏരിയാസ്. അപ്പം ഇവിടെ അധികം എന്താ പറയുക നോയ്സോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആണ്. ആൻഡ് യു ക്യാൻ സീ ദെയർ എൻ്റെ കൂട്ടുകാരി അവിടെ നിന്ന് വരുന്നുണ്ട്. സോ ഇതാണ് ശ്രുതി. സോ ശ്രുതി മോനെ എന്താ AK-47 ഒക്കെ എടുത്ത് വരികയാണല്ലോ അവർ ഷൂട്ട് ചെയ്യാനാന്ന് തോന്നുന്നു. ഓക്കെ ശ്രുതിയുടെ മോൻ ചിക്കു ഇതാ ഓൾറെഡി ഒക്കെ സെറ്റാക്കി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞന് AK-47 കൈമാറി. ഇനി അവൻ്റെ ലോകമാണ്. അങ്ങനെ പിന്നെ അവർ ഓൾറെഡി കാണിച്ചു. ഈ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഡോം. അവരുടെ വന്നിട്ട് ഫസ്റ്റിലാണ് ഞങ്ങളുടെ തേർഡ് വൺ. സോ ഇതിൻ്റെ പേര് മാനസ എന്നാണ് ഈ ഒരു കോട്ടേജിൻ്റെ പേര്. സോ ഞങ്ങൾ താമസിക്കുന്ന മാനസ 1 ആണ്. എൻ്റെ കൂട്ടുകാരി സോറി തെറ്റിപ്പോയി. മാനസ 1 അവൾ താമസിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന മാനസ 3 സോ ഗൈസ് ഞാനിപ്പം ഇതിൻ്റെ അകത്തെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിൻ്റെ ബ്യൂട്ടി ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ അകത്തേക്ക് വരാം. ഇങ്ങനെ നല്ല രസമാണ്. ഇതിൻ്റെ ഫസ്റ്റ് വ്യൂ തന്നെ നോക്കൂ. യു ക്യാൻ സി നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ. അപ്പം ഓരോ ഇൻഡിവിജ്വൽ വീടിനും ഓരോ
സ്വിമ്മിംഗ് പൂളാണ് ഉള്ളത്. പിന്നെ യു ക്യാൻ സി ഇവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു സംഭവമാണ്. സോ അവർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ട്. ആൻഡ് അല്ലാതെ തന്നെ കോമൺ ഏരിയയിലുണ്ട്. പക്ഷേ ഇത് നമുക്ക് പ്രൈവസി വേണ്ടവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മളിത് തുറന്നു. യു ക്യാൻ സി ഫുൾ അടിപൊളി സെറ്റപ്പാണ് ഗൈസ്. ഇവിടെ ഒരു കിങ് സൈസിലെ ബെഡ് അടിപൊളിയാണ്. അവർ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യു ക്യാൻ സി വാർഡ്രോബൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അവിടെ വെക്കാനുണ്ടെങ്കിൽ ഒക്കെ അതിനകത്ത് വെക്കാവുന്നതാണ്. പിന്നെ ദർ ഇസ് ഇൻഡോർ പ്ലാന്റ്സ്, അതൊക്കെ നമുക്ക് നല്ലൊരു ആംബിയൻസാണ് തരുന്നത്. പിന്നെ ഒരു ചെറിയ മിനി ഫ്രിഡ്ജുണ്ട്. അപ്പോൾ പിന്നെ ഒരു കെറ്റിൽ അവിടെ ഉണ്ട്. സോ നമുക്ക് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ യു ഹാവ് വൈഫൈ കണക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, ആൻഡ് ദാറ്റ് ഇസ് ഫ്രീ. അപ്പോൾ അതും യൂസ് ചെയ്യാം. പിന്നെ ടി വി, അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കബോർഡ്സൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ വിൻഡോസ്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ നേച്ചർ ആസ്വദിക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു വിൻഡോസ് വേണമെങ്കിൽ തുറന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം. സോ ആ ഒരു ഫെസിലിറ്റിയും ഉണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് ദ വാഷ്റൂം, ദ മോസ്റ്റ് ഹൈലൈറ്റഡ് പ്ലേസ്. സത്യം പറഞ്ഞാൽ ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ കളറും ഒക്കെ നല്ല രസമുണ്ട്. ആൻഡ് ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് പാർട്ടിൽ നിന്നിട്ട് നമ്മൾ സംസാരിച്ചാലും ഇറ്റ്സ് ലൈക്ക് എക്കോ മാതിരി നമുക്ക് കേൾക്കാം. ഇറ്റ് ഇസ് ഒരു വൈബ്രേഷൻ പോലെ അങ്ങനെയൊക്കെയാണ്. ആൻഡ് ദ വാഷ്റൂം ഇസ് സോ ബ്യൂട്ടിഫുൾ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. സോ ഗൈസ്, ഇതൊക്കെ ഒരു അടിപൊളി പ്ലേസാണ്. നിങ്ങളൊക്കെ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. ഓക്കെ, ബൈ.